നമ്മൾ കാട്ടിൽ വസിക്കുന്ന കാലം നമ്മളെ കരുതിക്കൂട്ടി അപമാനിക്കാനായിട്ട് ആ ദുര്യോധനൻ ദുർവാസ മഹർഷി പറഞ്ഞയച്ചു. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ സൂര്യദത്തമായ പാത്രത്തിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞ മഹർഷി ആ സമയത്ത് വന്ന് ഭക്ഷണം ചോദിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിഷ്പ്രഭരായിട്ട് നിൽക്കുമ്പോഴല്ലേ ആ സമയത്ത് കുളിച്ചു വരാൻ വേണ്ടി ജ്യേഷ്ഠ അവിടുന്ന് പറയുന്നതും, ആ സമയത്ത് പാഞ്ചാലി ഹൃദയമൊരുകിക്കൊണ്ട് ഭഗവാനെ വിളിക്കുന്ന സമയത്ത് ആ ഭഗവാൻ അവിടെ പ്രകടമായിക്കൊണ്ട് പാഞ്ചാലിയോട് അക്ഷയപാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് ശാകാന്നശിഷ്ടമുപയുജ്യ, കഴിച്ചതിൻ്റെ ഒരു അവശിഷ്ടം ഇലക്കഷ്ണം കണ്ട് ഭഗവാൻ അത് കഴിക്കുന്ന സമയത്ത് പുഴയിലിറങ്ങി കുളിച്ചുകൊണ്ടിരുന്ന ദുർവാസ മഹർഷിക്കും 10,000 കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർക്കും പൊങ്ങി വരാൻ പറ്റിയില്ല അത്രേ. കാരണം വയറ് വീർത്തു, അവർക്ക് ആർക്കും പൊങ്ങി വരാൻ പറ്റുന്നില്ല. അവസാനം അവരൊക്കെ പൊങ്ങി വന്ന് പിന്നീട് അവരെല്ലാം ഭക്ഷണവും വേണ്ട ഒന്നും വേണ്ട, അവർക്ക് സ്ഥലം വിട്ടാൽ മതി എന്നായി. അങ്ങനെ ഒരു കഥയുണ്ട്. അത് ആ കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ടല്ലേ ജ്യേഷ്ഠ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഓരോരോ കാരുണ്യത്തെയും ഓർത്തോർത്തോർത്തോർത്ത് സൗത്യേവൃത കുമതിനാത്മയിത ഈശ്വരോ മേ യത്പാദപത്മമഭവായ ഭജന്തി ഭവ്യാം മാം ശ്രാന്തവാഹമരയോ രതിനോപവിഷ്ടം നൃപാഹരൻ ന പ്രാഹരൻ യദനുഭാവ നിരസ്തചിത്ത. ഭഗവാനെ, ഞാൻ എന്ത് അപരാധമാണ് അങ്ങയോട് ചെയ്തത്? എല്ലാവരും ആ ഭഗവാന്റെ പാദപത്മത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഭഗവാനെ, എൻ്റെ അവിവേകം കൊണ്ട് ഞാൻ അങ്ങേ രതിനോ അമരയോപവിഷ്ടം, എൻ്റെ സാരഥിയെ അങ്ങേ താഴ്ത്തി വെച്ചു. അത്ര അവിവേകിയായിട്ട് ഞാൻ അങ്ങേ താഴ്ത്തി. എല്ലാവരും ഗുരുവായി ഈശ്വരനായി കാണുന്ന അങ്ങേ ഞാൻ എൻ്റെ സാരഥിയായിട്ട് വെച്ചു. ഭഗവാനെ, അതിലും അങ്ങ് കാരുണ്യം കാണിച്ചെന്നോട്. പിന്നീട് അങ്ങ് നർമാണിധാരരുചസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ചൽപ്പിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മത്തുള്ളടന്തി ഹൃദയം മമ മാധവസ്യ. ഭഗവാനെ, എന്തെല്ലാം തരത്തിലുള്ള തമാശകളാണ് അങ്ങ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ട് പാർത്ഥ, അതുപോലെ തന്നെ അർജുന, സഖേ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ആ വിളികളൊക്കെ ഇപ്പം എൻ്റെ ഉള്ളിൽ ഓർമ്മ വരികയാണ്. ഭഗവാനെ, അങ്ങ് കാണിച്ചിരിക്കുന്ന ആ കാരുണ്യം, സ്നേഹം, അങ്ങ് എന്നോട് കാണിച്ചിരിക്കുന്ന എത്രയോ ഒരു പ്രേമം എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ. ശയ്യാസനാടന വികത്തന ഭോജനാദിഷു ഐക്യാൽ വയസ്യ ഹൃദവാനിധി വിപ്രലബ്ധാം സഖ്യുസ്സഖേവ പൃഥിവ തനയസ്യ സർവം സേഹേ മഹൻ മഹിതയാം കുമതേരകം മേ. കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ഭഗവാനെ ഐക്യാൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഞാൻ എന്തെങ്കിലും വിഡ്ഢിത്തങ്ങളൊക്കെ പറയും. ആ സമയത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കും അങ്ങ്. അങ്ങനെ ഒരു കാരുണ്യം സഖാവായ സുഹൃത്തായ എന്നോട് കാണിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന പല അവിവേകത്തെയും കുമതേ മഹാൻ മഹിതയാസേ, അവിടുന്ന് എത്രയോ സഹിച്ചു ഭഗവാനെ. അങ്ങയെക്കൊണ്ട് ഞാൻ പലതും എൻ്റെ തെറ്റുകളെ സഹിപ്പിക്കാൻ ഞാൻ പ്രേരിപ്പിച്ചു. ആ കാരുണ്യത്തെ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്നെല്ലാം പറഞ്ഞ് അർജുനൻ ആ ഭഗവാനെ തന്നെ സ്മരിച്ച് സ്മരിച്ച് തദ്വൈതനുസ്ത ഇഷവത്സരദോഹയാസ്തേ സോഹം ദതി നപദയോ യദ ആമനന്തി സർവം ക്ഷണേന തദ്ഭൂതശീശരിക്തം ഭസ്മൻ കുദം ഹുദം കുഹരാതമിവോക്തമിഷ്യം. ഭഗവാനെ, മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച് നോട്ടം കൊണ്ട് തന്നെ എല്ലാ ശത്രുക്കളെയും വധിച്ചുകൊണ്ട് കേവലം ഒരു നിമിത്തമാക്കിക്കൊണ്ട് എന്നെക്കൊണ്ട് മഹാഭാരത യുദ്ധം ജയിച്ച് ആ വിജയം വരിപ്പിച്ചെന്ന ഭഗവാനെ, അവിടുത്തെ ആ ഒരു കാരുണ്യം എനിക്ക് മറക്കാൻ പറ്റുമോ ഭഗവാനെ എന്നെല്ലാം അർജുനൻ ഭഗവാനെ തന്നെ ഓർത്തുകൊണ്ട് ഓർത്തോർത്തോർത്തോർത്ത് ദേശകാലാർത്ഥയുക്താനി ഹൃത്താപോപശമാനിച ഹരന്തി സ്മരതചിത്തം ഗോവിന്ദാഭിഹിതാനി മേ ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദ സരോരുഹം സൗഹാർദ്ദേനാധികാഠേന ശാന്താസിൽ വിമലാമതി. കൃഷ്ണനെ തന്നെ ചിന്തിച്ച് 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 കൃഷ്ണന്റെ ഓരോ കാരുണ്യത്തെയും ഓർത്ത് അർജുനന്റെ മനസ്സ് മുഴുവൻ ശാന്താസീൽ എന്തായി തീർന്നു? അത്രേ ശാന്തമായി, മാലിന്യങ്ങളൊക്കെ പോയി എന്ന് വെച്ചാൽ അർജുനൻ്റെ മനസ്സിലെന്തോ ഒരു ശാന്തി കളിയാടുന്നത് പോലെ.
കുറേ വിഷമങ്ങൾ പറയുമ്പോണ്ടല്ലോ, പറഞ്ഞു തീരുമ്പോൾ മനസ്സ് കുറച്ചൊന്ന് എന്താവും, ശാന്തമാവും. ഇതാണ് ഈ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, നിങ്ങൾ വിഷമം വന്നാൽ മനസ്സിൽ പിടിച്ചു നിർത്തരുത് എന്ന്. അതൊന്ന് കെട്ടഴിച്ച് വിട്ടു കഴിഞ്ഞാൽ, കുറേ പുറത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സൊന്ന് ശാന്തമാവും. കരഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇനി എന്തിനാ കരയണത് തോന്നും. അങ്ങനെയുണ്ട്. കുറേ നമ്മുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ കെട്ടി വെക്കുമ്പോഴാണ് നമുക്ക് അതന്നെ ഓർത്ത് വീണ്ടും അത് നമ്മളെ ഉള്ളിൽ വലിയ വിഷമം ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മളത് പുറത്തേക്ക് ഇങ്ങോട്ട് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാലല്ലോ സ്വസ്ഥമായി. എന്നിട്ടോ അങ്ങനെ ചിന്തിച്ച് അദ്ദേഹം പറഞ്ഞ് വാസുദേവാംഗ്രനുധ്യാന പരിബ്രംഹിതരം ഖസാ ഭക്ത്യാ നിർമ്മതിദാശേഷ കഷായാദിഷണോർജുന. വാസുദേവ അനുഗ്രാംഗി, ഭഗവാന്റെ ആ ഒരു സ്മരണം തന്നെ അർജുനന്റെ മനസ്സിനെ സ്വസ്ഥമാക്കിയിട്ട് ഒരു നിമിഷം അർജുനന്റെ ഉള്ളിലേക്ക് വിവേകം കയറി വന്നു എന്നാണ്. എന്താ വിവേകം? ഗീതം ഭഗവതാജ്ഞാനം എത്തൽ സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരധ്യങ്ങമൽ പ്രഭു. ഗീതം ഭഗവതാ പ്രോക്തം സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരധ്യങ്ങമൽ പ്രഭു. ഭഗവതാ പ്രോക്തം ഗീതം സംഗ്രാമമൂർധനി, യുദ്ധക്കളത്തിൻ്റെ നടുവിൽ വെച്ച് ഭഗവാൻ പറഞ്ഞ ഗീതം, ഭഗവത്ഗീത, കാലം കൊണ്ട് മറഞ്ഞുപോയ ഭഗവത്ഗീത വീണ്ടും അർജുനൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു എന്നാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നടത്തിയത് പിന്നെ അർജുനൻ്റെ ഉള്ളിൽ ഓർമ്മയിൽ വരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷമാണ്. ഇതൊന്ന് ചിന്തിക്കേണ്ട ഭാഗമാണ്. അർജുനൻ ഗീത കേട്ടു എങ്കിലും അർജുനൻ ഗീത പരിപൂർണമായി ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ അർജുനൻ ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചതിന് തളരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അന്ന് ഗീതോപദേശം നടത്തിയത് അർജുനന് കുറ്റബോധമുള്ളത് കൊണ്ടായിരുന്നു. ആരെ കൊല്ലുന്നതിൽ മുത്തശ്ശനായ ഭീഷ്മരെയും ഗുരുവായ ദ്രോണരെയും തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ കൊല്ലുന്നതിലുള്ള കുറ്റബോധം കൊണ്ടാണ് അർജുനൻ തളർന്നതെങ്കിൽ ഇന്ന് അർജുനൻ തളർന്നത് നഷ്ടബോധം കൊണ്ടാണ്. ഭഗവാൻ നഷ്ടപ്പെട്ടതിലുള്ള ആ ദുഃഖം, അതിൽ നിന്ന് പുറത്തു കിടക്കാൻ അർജുനന് സാധിച്ചില്ല. അപ്പോഴേക്കും അർജുനൻ്റെ മനസ്സ് പെട്ടെന്ന് ഗീതയിലേക്ക് ഓർമ്മ വന്നു. ആ ഗീതയിലേക്ക് ഓർമ്മ വന്നപ്പം തന്നെ അർജുനന് മനസ്സിലായി, അന്ന് ഭഗവാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഗീതയിൽ, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നചൈവ ന ഭവിഷ്യാമ സർവേ വയമദപരം ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരപ്രാപ്തി ധീരത്തത്ര ന മുഹ്യതി. ഭഗവാൻ ഓരോ കാര്യങ്ങളും അർജുനന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അർജുന, നീയും ഞാനും മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല. നത്വേവാഹം ജാതുനാസം ന ഇമേ ജനാധിപ, ഈ ജനാധിപന്മാര് രാജാക്കന്മാരും മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല. ഇനി നമ്മളൊന്നും ഇല്ലാതിരിക്കാൻ പോവുകയില്ല. രണ്ട് നെഗറ്റീവാ. ഒന്ന്, നമ്മൾ മുമ്പ് ഉണ്ടാവാതെ, അപ്പോൾ ഒരു നെഗറ്റീവ്. ഇരുന്നിട്ടില്ല, അത് നെഗറ്റീവ്. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ ഞാനും നീയും മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും നമ്മളുണ്ട്, ഇനി നമ്മൾ ഇത് കഴിഞ്ഞാലും ഉണ്ടാവും. ഭഗവാൻ ഏത് തലത്തിലാണ് പറയുന്നത്? ഉടനെ ഭഗവാൻ ക്ലിയറാക്കി, ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരപ്രാപ്തി ധീരത്തത്ര ന മുഹ്യതി. ഈ ശരീരത്തിന് ശൈശവം, ശിശുഭാവം, കൗമാരം, യൗവനം തുടങ്ങിയിട്ടുള്ള മധ്യവയസ്കത, വാർദ്ധക്യം എന്നിങ്ങനെ ഭാവങ്ങളുണ്ട്. ഇത് വന്നത് തിരിച്ച് മണ്ണിലേക്ക് തന്നെ പോവും. പക്ഷേ ആരാണ് ജനിക്കാത്തതും ആരാണ് മരിക്കാത്തതും? അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവ ച നിത്യ സർവഗതസ്ഥാണു അജലോയം സനാതന ന ജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാ വദിതാവാന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ വേദാ വിനാശിനം നിത്യം യ ഏനമജമവ്യയം കഥം സപുരുഷ പാർത്ഥ ഖം ഖാദയതി ഹന്തികം. ഈ ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിഗംഭീരങ്ങളാണ്.
ജനിച്ചിട്ടുമില്ല, മരിക്കുന്നുമില്ല. ആരുടെ കാര്യമാണ് പറയുന്നത്? ശരീരത്തിൻ്റെ ആണോ? ശരീരം ജനിച്ചതാണ്. അതിനെ തീർച്ചയായിട്ടും ജാതസ്യ ഹി ധ്രുവോ മൃത്യോ ധ്രുവം ജന്മ മൃതസ്യ ച, അതിന് ജനനവുമുണ്ട് മരണവുമുണ്ട്. എന്നാൽ ഈ മനസ്സിന് ജനനവുമില്ല മരണവുമില്ല. മനസ്സിനെ ഉണർത്തി നിലനിർത്തുന്ന, മനസ്സ് ഉറങ്ങുമ്പോഴും അതിനെ നിലനിർത്തുന്ന ആ ചൈതന്യത്തിനും എന്തില്ല? ജനനവുമില്ല മരണവുമില്ല. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല. നിങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കും. ശിശുവായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്വസിച്ചിട്ടുണ്ടോ? എന്താ സ്വാമി പറയണത്? ശ്വസിക്കാണ്ടിരിക്കുമോ? കൗമാരത്തിൽ ശ്വസിച്ചിട്ടുണ്ട്, യൗവനത്തിൽ ശ്വസിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അന്നും ഓക്സിജനാണ്, ഇന്നും ഓക്സിജനാണ്. കുട്ടിയായിരിക്കുമ്പോൾ കട്ടി കുറഞ്ഞ ഓക്സിജനും ഇപ്പോൾ കട്ടി കൂടിയ ഓക്സിജൻ, അങ്ങനെ ഉണ്ടോ? അന്നും ഇന്നും ഒരേ ഓക്സിജനാണ്. അങ്ങനെയാണെങ്കിൽ അന്നും ഇന്നും നാം ശ്വസിക്കുന്ന ഓക്സിജൻ അത് തന്നെയാണെങ്കിൽ ആ ഓക്സിജനെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ചൈതന്യവും പക്ഷേ അന്ന് ശ്വസിച്ച അതേ ശരീരമാണോ ഇന്ന് ശ്വസിക്കുന്നത്? ആണോ? അല്ല, മാറ്റങ്ങൾ വന്നിട്ടില്ലേ? അന്ന് ശ്വസിക്കുന്ന സമയത്തുണ്ടായ മനസ്സ് മുഴുവൻ നശിച്ചിട്ടുണ്ടോ? മനസ്സിലെ ഓർമ്മകളൊക്കെ പോയിട്ടുണ്ടോ? ഇന്നും ഉണ്ട് ആ മനസ്സ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ? ശരീരത്തിന് മാത്രമേ ഉള്ളൂ. ഏതിനില്ല? ഉള്ളിലുള്ള മനസ്സിനും ആ ചൈതന്യത്തിനും മാറ്റങ്ങളില്ല. അർജുനന് ഈ കാര്യം അങ്ങോട്ട് ബോധ്യമായി. പിന്നീട് ഭഗവാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ചിട്ട്, ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിൽ കാണാം. ഭക്ത്യാ മാമഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതാം തദേ മാം തത്വദോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്ത്യാ മാം അഭിജാനാതി, ഭക്തിയിലൂടെ അർജുന എന്നിലേക്ക് മനസ്സിനെ ശ്രദ്ധ തിരിക്കണം. ഭക്തി കൊണ്ട്, പ്രേമം കൊണ്ട് വേണം എന്നിലേക്ക് ശ്രദ്ധ തിരിക്കാൻ. എന്നിട്ടോ യാവാ യശ്ചാസ്മി, ഞാൻ ആരാണ്, എവിടെയാണ് എന്നെല്ലാം നീ താത്വികമായി മനസ്സിലാക്കണം. തദോ മാം തത്വദോ ജ്ഞാത്വാ, എന്നെ എങ്ങനെയാണ് അറിയേണ്ടത്? ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കൂ നിങ്ങൾ. 18-ാമത്തെ അധ്യായത്തിൽ, ഗീതയിലെ 18-ാം അധ്യായത്തിൽ 55-ാമത്തെ ശ്ലോകം ഞാൻ പറയുന്നത്. തദോമാം തത്വദോ വേത്തി, എന്നെ എങ്ങനെ അറിയണം? എന്നെ രൂപത്തിലല്ല കാണേണ്ടത്, എന്നെ അറിയേണ്ടത് താത്വികമായി അറിഞ്ഞാൽ വിശദേ തത് അനന്തരം, അവർക്ക് എന്നിലേക്ക് വിശദേ പ്രവേശിക്കാൻ സാധിക്കും. വീണ്ടും ഭഗവാൻ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അർജുനനോട്, അർജുന ഭക്ത്യാ ത്വനന്യയാ ശക്യാ അഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭക്ത്യാ ത്വനന്യയാ, അനന്യമായ ഭക്തി കൊണ്ട് മാത്രമേ അർജുന എന്നെ അഹമേവം, എന്നെ അർജുന അറിയാൻ സാധിക്കുള്ളൂ. എന്നെ എങ്ങനെയുള്ള ഭക്തി കൊണ്ട്? അന്യമായ ഭക്തിയല്ല, അനന്യമായ ഭക്തി കൊണ്ട്. ജ്ഞാതും, ആദ്യം അറിയണം. ദൃഷ്ടും, നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. പ്രവേഷ്ടും, എന്നിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് അർജുന നീ എന്ത് വേണം?